ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനെന്താ ഈ മോന്തൊക്കെ കയ്യും വെച്ച് ഇരിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുകയാണ് ഗായ്സ്. കടയിൽ നിന്നൊരു സാധനം വാങ്ങണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയോ ആലോചനകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്താ വാങ്ങിയെന്ന് വെച്ചാൽ പെരുന്നാക്കിടാനുള്ള ഡ്രസ്സും എൻ്റെ വകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബർത്ത്ഡേ. അപ്പോൾ അതിനുള്ള സർപ്രൈസും കൂടി സെറ്റാക്കിയിട്ട് അങ്ങാടി പോയിട്ട് വരവായിരുന്നു. കാക്ക വീട്ടിൽ വന്നിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ ഇട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ടൗണിൽ പോയി. പറയാനാണെങ്കിൽ ഒരു കഥ ഉണ്ട്. ടൗണിൽ പോയിട്ട് ഞാൻ ഒക്കെ സെറ്റാക്കി വന്നിട്ട് പിന്നെ അലങ്കോലപ്പണികളും എല്ലാം റെഡിയാക്കി. ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്, കേക്ക്. അങ്ങനെ ആൾ വീട്ടിൽ വന്ന് ആകെ സർപ്രൈസായി. പണി കഴിഞ്ഞിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ നമ്മൾ വേറെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആൾക്കാകെ സർപ്രൈസായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവരൊക്കെ പ്രതീക്ഷിക്കാതെ വന്നവരാ. നമ്മൾ മാത്രം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇവരൊക്കെ വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി സന്തോഷം കൂടി. അങ്ങനെ ഞങ്ങൾ ആദ്യം ടീഷർട്ടൊക്കെ എടുത്തിരുന്നു. ആ ടീഷർട്ടൊക്കെ പോയിട്ട് ഡ്രസ്സ് ചെയ്യിച്ചിട്ട് വന്ന് ആൾക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അതിലേറെ സന്തോഷമായി. കാരണം കുറേ സമയമായി ഞാനിങ്ങനെ ഇങ്ങനെ സർപ്രൈസ് ആക്കും എന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നത്. ഞാൻ എന്ത് സർപ്രൈസ് കൊടുത്താലും അതിൻ്റെ ആ ഒരു സമയം എത്തുമ്പോൾ ആൾക്ക് മനസ്സിലാവും ഞാൻ എന്തോ സർപ്രൈസ് സെറ്റാക്കിയിരിക്കണമെന്ന്. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും തോനെ മീൻസ് ഒരു 5-6 സാധനങ്ങൾ ഞാൻ സെറ്റാക്കാൻ കുറേ ആളെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കിയത്. എന്തായാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. കേക്കൊക്കെ അതിനേക്കാളുണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ പിന്നെ കേക്ക് കട്ടിങ് ആയാൽ മതി. കട്ട് ചെയ്തിട്ടും ആൾ പിന്നെയും വരികയാണ്, ഞാൻ ഇനിയും കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ ആദ്യം ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സാവധാനം ഫുഡൊക്കെ ഞം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് ഗായ്സ്. ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. ഇതിൻ്റെ സ്മെല്ല് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഈ മനുഷ്യർക്ക് കൂടുതലും സെൻറ്റ് അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പെർഫ്യൂം എന്നാണ് മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പെർഫ്യൂം സെറ്റാക്കിയത്. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ സെൻറ്റ് കൊടുക്കാം, വിഷയമില്ല. പിന്നെ ഒരു വാച്ചാണ് ഉണ്ടായിരുന്നത്. വാച്ചും നല്ല ഭംഗിയുണ്ട്. കൊടുത്ത സാധനങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ കറുപ്പ് ബട്ടൻ്റെ വാച്ചായത് കാരണം ഇക്കാക്കും നല്ല ഇഷ്ടമാണ്, എനിക്കും നല്ല ഇഷ്ടപ്പെട്ട്. ഈ സമയം കൊണ്ട് അവിടെ പെർഫ്യൂം എല്ലാവരും ഒന്നിങ്ങനെ അടിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലവർക്കത് ഇഷ്ടപ്പെട്ട് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അതങ്ങനെയാണല്ലോ. പിന്നെ വാച്ച് കാക്ക പറഞ്ഞ് നല്ല ഭംഗിയുണ്ട്, നല്ല ഇഷ്ടമായി. പിന്നെ ഒരു സ്പെക്സ് എന്തൊക്കെയാണ് വാങ്ങുമെന്ന് ലിസ്റ്റ് ഇട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലോടിയത് ഒരു സ്പെക്സ് വാങ്ങണം, എന്തായാലും ഒരു സ്പെക്സ് വാങ്ങണം എന്നായിരുന്നു. നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ സ്പെക്സും വാങ്ങിച്ചു. നല്ല ഭംഗിയുള്ളൊരു സ്പെക്സാണ്. ആളിട്ടപ്പോൾ ഇനി എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ആളിങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം എന്താ പറയുക, ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടല്ല. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആൾക്ക് നല്ല. പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞു കണ്ണട ഒന്ന് വെച്ച് കാണിക്കൂ. അപ്പോൾ കണ്ണട വെക്കുമ്പോൾ അതിൻ്റെ കവറായി മുട്ടി പിടിച്ച്. അപ്പോൾ എന്തൊക്കെയോ ചളി അടിക്കുകയാണ് ആൾ. എന്തൊക്കെയൊക്കെയോ ചളി, അത് വേണ്ടാ, എന്തൊക്കെയോ ചളി അടിക്കുന്നത്. പിന്നെ ഒരു ഈ മഗ്ഗും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കുറേ ഉണ്ടല്ലോ, ഇത് പൊളിച്ചിട്ടൊന്നും തീർന്നില്ല എന്നൊക്കെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വേറെ പല സൗണ്ടുകളും നമ്മൾ കേൾക്കാം ഗായ്സ്. അതൊക്കെ എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളാണ്. എത്ര ഒതുക്കി നിർത്തിയിട്ടും അവരാരും ഒതുങ്ങിയിരിക്കണില്ല. പല സൗണ്ടുകളും കരച്ചിലായാലും തലമുടലായാലും ഒക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എൻ്റെ വോയിസ് മാത്രം ശ്രദ്ധിക്കാൻ പാടുള്ളൂ, ഓക്കെ. പിന്നെ ഞാനൊരു ഫ്രെയിം എനിക്ക് കുറച്ചും കൂടി അധികം ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി, നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാതും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റുകൾ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.